സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ അടുത്തുണ്ടായ താഴ്ച കുറച്ച് പേടി ഉണ്ടാക്കിയിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ടിപ്പുകളാണ് ഈ വീഡിയോയിൽ. അതായത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മാർക്കറ്റ് വീണു, അതുപോലെ എന്ത് ചെയ്യണം, അതുപോലെ ഏറ്റവും കുഴപ്പമുണ്ടായത് ആർക്കാണ്, എങ്ങനെ അത്തരം കുഴപ്പങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അതായത് മാർക്കറ്റ് ഏറ്റവും ഉയർന്നിട്ടുള്ള നിലയിൽ നിന്ന് ഏകദേശം 5% താഴെ വന്നിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു 10 മുതൽ 15% വരെ താഴാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്തുണ്ടായിരുന്ന താഴ്ചയിൽ വളരെയധികം ആളുകൾ പേടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മളുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2019 ജനുവരിയിലാണ്. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ആളുകളൊക്കെയാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടായിരുന്നുള്ളതെങ്കിലും 2020 മാർച്ചിൽ കൊറോണയുടെ ആ ഒരു താഴ്ച വന്നു. അതിനുശേഷം മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ചാനലിൻ്റെ മെയിനായിട്ടുള്ള വ്യൂവേഴ്സ് എല്ലാം നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെയുള്ള ഏറ്റവും താഴെ നിന്നുള്ള പോയിന്റിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്കുള്ള പോയിന്റിലേക്ക് ഉള്ള ഒരു വലിയൊരു റാലി കണ്ട് മാത്രം നിന്നിട്ടുള്ള ആളുകളാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു താഴ്ച, ഒരു 5% താഴ്ചയൊക്കെ വരുമ്പോൾ ആളുകൾ വളരെയധികം പാനിക്കാവുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളോട് ആദ്യമേ പറയാനുള്ളത് പാനിക്കാവണ്ട. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. നിങ്ങൾ ഈ വലിയ മാർക്കറ്റ് താഴ്ചകളൊന്നും കാണാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പേടി വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു ഉയർച്ച താഴ്ചകൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ 2008 സബ് പ്രൈം ലെൻഡിങ് ക്രൈസിസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ 2000 .com ബബിൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ ഈ അടുത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാണാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ 2024 അവസാനം വരെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് പോലെ ഒരു താഴ്ചയിൽ നിന്ന് വളരെ ഉയർന്ന രീതിയിൽ പെട്ടെന്ന് മേളിലേക്ക് പോകുന്നൊരു സംഗതി ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അൺറെസ്റ്റും വാർ സിറ്റുവേഷനുകളും ഒക്കെ മാർക്കറ്റിനെ മൊത്തത്തിലൊന്ന് ഒരു ജിറ്ററി ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ വാറും മധ്യേഷ്യയിലുള്ള വാറൊക്കെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ കൂടുതൽ ആക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമി ഈ ക്രൂഡ് പ്രൈസുമായിട്ട് ഒരു ഡയറക്റ്റ്ലി ബന്ധമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ മാർക്കറ്റ് ഒരു പ്രശ്നം ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചൈനീസ് എക്കോണമി കുറച്ച് കാലമായിട്ട് കുറച്ച് മോശം സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അതിനെ റിവൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചൈനീസ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്, അല്ലെങ്കിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലേക്ക് വരേണ്ട പണമായിരുന്നു, അത് ചൈനയിലേക്ക് പോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇങ്ങനെയുള്ള പ്രധാന പ്രശ്നങ്ങൾ കൂടാതെ പല സമയങ്ങളിലായിട്ട് വന്നിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മാർക്കറ്റ് നല്ല ഉയർന്നു പോകുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ആളുകൾ കണ്ടില്ല എന്ന് നടിക്കും. പക്ഷേ മാർക്കറ്റ് താഴ്ന്നു വരുമ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ വലിയൊരു സിറ്റുവേഷനായിട്ട് എമർജ് ചെയ്യാണ് ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുഴപ്പമുണ്ടായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ്, BEL, RVNL പോലുള്ള കുറേ ആളുകൾ പറഞ്ഞ് ടെലിവിഷനിലും റേഡിയോയിലും പിന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ പല ആളുകളും പറഞ്ഞ് വളരെ പോപ്പുലറാക്കിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏറ്റവും ഉയർന്ന രീതിയിൽ വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കുഴപ്പമായിട്ടുള്ളത്. അതുമാത്രമല്ല,
പല കൃത്യമല്ലാത്ത അഡ്വൈസ് കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ അലോക്കേഷൻ എടുക്കാനും സെക്ടർ മ്യൂച്വൽ ഫണ്ടുകളും തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ എടുക്കാൻ പറയുന്നതും, അതും ഉയർന്ന നിലയിലുള്ള സമയത്ത് പറയുന്നതും അത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ പെട്ടിട്ടുള്ള ആളുകളും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ രണ്ടാളുകൾ ഒക്കെ നമ്മളെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഏറ്റവും ഉയർന്ന സ്റ്റോക്കുകൾ ഏറ്റവും ഉയർന്ന സമയത്ത് വാങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മൊത്തം എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതായത് എൻ്റെ കയ്യിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ആ 100 രൂപയും ഏറ്റവും മാർക്കറ്റ് ഉയർന്നിരിക്കുന്ന സമയത്ത് തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് താഴ്ന്നു വന്നു കഴിഞ്ഞാൽ അത് ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നല്ലതിലേക്ക് ആഡ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഇല്ലാത്ത ആളുകളും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വിക്കായിട്ടുള്ളൊരു മണി മേക്ക് ചെയ്യാമെന്ന ഉദ്ദേശത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റോക്കുകൾ, റെയിൽവേ സ്റ്റോക്കുകൾ, ഡിഫൻസ് സ്റ്റോക്കുകൾ, ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു ക്ഷമ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 3 വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ മേലിലേക്ക് മാത്രം പോകുന്നൊരു സംഗതിയല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങളും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് 100 രൂപ ഉണ്ടായിരുന്ന പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുകയാണെങ്കിൽ അടുത്ത വർഷം 107 ആവും, പിന്നത്തെ വർഷം 114 ആവും, പിന്നത്തെ വർഷം 121 ആവും. അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ ആദ്യത്തെ വർഷം ഇട്ടിട്ടുള്ള 100 ചിലപ്പോൾ രണ്ടാമത്തെ വർഷം എടുക്കുമ്പോൾ തന്നെ 120 ആയിട്ടുണ്ടാവാം. ഈ 120 എന്നുള്ളത് ചിലപ്പോൾ 150 മൂന്നാമത്തെ വർഷം വർദ്ധിക്കാം. നാലാമത്തെ വർഷം ചിലപ്പോൾ ഈ 150 എന്നുള്ളത് താഴ്ന്ന് 125 കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കയറ്റിറക്കങ്ങളുള്ള ഒരു സംഗതിയാണ് ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഒരിക്കലും കാണരുത്. അതുമാത്രമല്ല, ഏറ്റവും കുഴപ്പത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പാനിക് ആവാതെ നമ്മളുടെ എമൗണ്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ അത് വിറ്റൊഴിവാക്കി നഷ്ടം റിയലൈസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതായിരിക്കും നന്നാവും. നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് നമ്മളുടെ ഒരു ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8848030018 വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പേടിയുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിയുണ്ടെന്നാണോ ഇല്ല എന്നാണോ പറയുക? പേടിയുടെ ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പി മങ്കിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളുടെ മെമ്പറായിട്ടുള്ള ഒരാൾ ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം ഒരു 2 വർഷം മുൻപാണ് നമ്മളുടെ സർവീസിൽ ജോയിൻ ചെയ്തത്. നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എടുത്ത് അദ്ദേഹം ഏകദേശം 20 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് 38 ലക്ഷം രൂപയായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ആഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 38 ലക്ഷം എന്നുള്ളത് 34 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ താഴ്ചകൾ സ്വാഭാവികമാണ്. ആ താഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പേടിക്കാനുള്ള കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ പണം അടുത്തൊരു 5 വർഷത്തിനൊക്കെ ശേഷം ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കേണ്ട ഒരാളുകളാണ്. നല്ല സ്റ്റോക്കുകളും നല്ല മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തിരികെ വരും, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 5 വർഷത്തിന് ഉള്ളിൽ ആവശ്യമുള്ള 1 രൂപ പോലും നിക്ഷേപിക്കാൻ പറ്റുന്ന സ്ഥലമല്ല സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 5 വർഷത്തിന് ശേഷം ആവശ്യമുള്ള പണം സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളിലും മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സ്റ്റോക്കുകളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയാണ് നമ്മളുടെ ആസ്ക് റുപ്പി മങ്ക് സർവീസിൽ നമ്മളെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്.
ഈ വൊളാറ്റിലിറ്റി എപ്പോഴും, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു അസറ്റ് അലോക്കേഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അതായത് അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മൊത്തം പണത്തിൻ്റെ ഒരു 20 മുതൽ 30% വരെയൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ ബോണ്ടുകളോ കടപ്പത്രങ്ങളോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളോ പോലുള്ള കാര്യങ്ങളിലും ബാക്കി 60-70% ഈ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും പോലുള്ള കാര്യങ്ങളിലും ഒരു 10% ഗോൾഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അസറ്റ് ലൊക്കേഷൻ, ഇത് എല്ലാവർക്കും ഈ ഒരു അസറ്റ് ലൊക്കേഷൻ യോജിക്കണമെന്നില്ല. ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അസറ്റ് ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത്. അതിനുള്ള എന്തെങ്കിലും ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള അസറ്റ് ലൊക്കേഷനിൽ പോകുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഗോളുകൾ എന്തൊക്കെയാണ്, ആ ഗോളുകൾക്കനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ പണവും കൊണ്ട് ഒരു സ്ഥലത്തിടുകയോ എല്ലാ പണവും കൊണ്ട് സേഫായിട്ട് കീപ്പ് ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണമെന്നില്ല. കൃത്യമായിട്ട് നമ്മൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അതിന് എത്ര രൂപ വേണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് അതിന് എത്ര രൂപ വേണം, കുട്ടികളുടെ വിവാഹത്തിൻ്റെ സമയത്ത് അതിന് എത്ര രൂപ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതികളും ആയിട്ട് മുന്നോട്ട് പോകുക. അതിപ്പോൾ ലോങ് ടേം ഗോളുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാൽ കാറ് വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീടൊന്ന് പുതുക്കി പണിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് എല്ലാ പ്ലാനുകൾക്കും കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഡേറ്റും എത്ര എമൗണ്ട് വേണമെന്നുള്ളതും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും വേണം. അതിനെയാണ് ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുക. അത്തരം ഒരു പ്ലാനിങ് സർവീസാണ് പ്രധാനമായിട്ടും നമ്മളുടെ റുപ്പി ബാങ്കിലൂടെ, ആസ്ക് റുപ്പി ബാങ്ക് സർവീസിലൂടെ 8848030018 നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ, അതുകൂടാതെ അഡീഷണൽ ആയിട്ടൊരു 5 കാര്യങ്ങൾ, അങ്ങനെ ടോട്ടൽ 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണ്ടത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാനിക്കായിട്ട് സെല്ല് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങിയത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 5%, 100 രൂപ ഉണ്ടായിരുന്നത് 95 രൂപയായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പാനിക്കായിട്ട് ഈ പൈസ സെല്ല് ചെയ്ത് കളയരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മന്ത്ലി നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ SIP രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും ഒരു മാർക്കറ്റ് കറക്റ്റ് ചെയ്യട്ടെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പണം എന്നുള്ള രീതിയിൽ സേവിങ്സ് ബാങ്കിലോ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അത്തരം ആളുകൾ ആ പണം എടുത്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയത്ത് ഞാൻ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഇങ്ങനെ പണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പണം എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 17 ലക്ഷമായിട്ട് എനിക്ക് വർദ്ധിപ്പിക്കാനും അത് തിരിച്ചെടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നേട്ടം നേടാനും സാധിച്ചു. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പണം എടുത്തു വെച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ മാർക്കറ്റിലേക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്തായാലും ഏത് സമയത്തായാലും കടമെടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പോകരുത് എന്നുള്ളതാണ്. കടമെടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടത്തിനുള്ള ഒരു പലിശ എന്തു വന്നാലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒന്നും കിട്ടുന്ന ലാഭം നമുക്ക് സ്ഥിരമല്ല എന്നുള്ളതാണ്. അപ്പോൾ 3 വർഷത്തിലധികം ആവശ്യമുള്ള പണം നമുക്ക് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാം. 5 വർഷത്തിന് അധികം ആവശ്യമുള്ള പണം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. 3 വർഷത്തിനുള്ളിൽ പണം ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ വേണ്ട പണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കിയിട്ട് വീക്കായിട്ടുള്ള സ്റ്റോക്കുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പിൻവലിച്ച് വെക്കുന്നത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എപ്പോഴാണ് നിങ്ങൾക്ക് പൈസ വേണ്ടത്, എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്ടറൽ ഫണ്ടുകളും തീമാറ്റിക് ഫണ്ടുകളും ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. സെക്ടറൽ തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിഫൻസ് ഫണ്ടിലൊക്കെ നിക്ഷേപിച്ച് വലിയ രീതിയിലുള്ള നഷ്ടം വന്നിരിക്കുന്ന ആളുകളുടെ പോലെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് അടുത്തായിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവുക, ആ പദ്ധതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി
ഒരു അവസാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇപ്പോൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള സ്റ്റോക്കുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് സെയിൽസ് കൃത്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന, പ്രോഫിറ്റ് കൃത്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന, കാര്യമായിട്ട് കടമില്ലാത്ത, നല്ല മാനേജ്മെൻറ്റുള്ള, നല്ല പൊട്ടൻഷ്യലുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ വേണം ഇപ്പോൾ നിക്ഷേപിക്കാൻ. അത്തരം കമ്പനികളിൽ കണ്ടെത്തി നിക്ഷേപിക്കുന്നതിനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റുപ്പി മംഗിൽ ഈ അടുത്ത് ചെയ്തിട്ടുള്ള 2 വീഡിയോകൾ കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.